ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ കമ്മൽ ശരിക്കും ഗോൾഡ് കമ്മലിൻ്റെ അതേ ഡിസൈനിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു കമ്മൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ക്രിസ്റ്റൽ ബീഡാണ്. ക്രിസ്റ്റൽ ബീഡ് വെച്ച് ഏത് വർക്ക് ചെയ്താലും അതിൻ്റെ ഫിനിഷിങ് നല്ല അടിപൊളിയാണ് അല്ലേ. കാരണം അതിൻ്റെ ഒരു ഗ്ലേസിങ്ങും അതുപോലെ തന്നെ കളർ പോവില്ല, അതുകൊണ്ടൊക്കെ തന്നെ. പിന്നെ വേണ്ടത് നമ്മളിത് ചക്കിരിയാണ്. മാലയിലും പാദസരത്തിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ചക്കിരിയാണ്. ഇത് നമ്മൾ ഹെയർ ബാൻഡിൻ്റെ ഒക്കെ ബീഡ്സിൻ്റെ ഇടയിലിടുന്ന ഒരു ടൈപ്പ് സ്റ്റോൺ വെച്ചിട്ടുള്ളൊരു സ്റ്റോണാണ് കേട്ടോ. അത് കോർക്കാൻ പറ്റുന്ന സ്റ്റോണാണ്. പിന്നെ നമുക്ക് ഇതുപോലത്തെ സ്റ്റഡിൻ്റെ ചെറിയ ബേസ്, അത് കിട്ടാത്തവരാണെങ്കിൽ ഇതുപോലത്തെ ഐപ്പിൻ എടുത്താലും മതി. പിന്നെ നമുക്ക് നമ്മുടെ എലാസ്റ്റിക് ത്രെഡ് വേണം. അത് 0.5-ൻ്റെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് സ്റ്റോണാണ്, ഗോൾഡൻ കളർ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട്. ഇനി എലാസ്റ്റിക് ത്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എലാസ്റ്റിക് ത്രെഡ് വളരെ നൈസായിട്ടുള്ളത് എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കെട്ടി കഴിയുമ്പോൾ, കട്ടി കൂടിയതാണെങ്കിൽ കെട്ടി കഴിയുമ്പോൾ ആ കെട്ടൊക്കെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ കനം കുറഞ്ഞ ത്രെഡ് തന്നെ എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ചക്കിരിയൊക്കെ ഒന്ന് ഒറ്റ പീസാക്കി എടുക്കണം. ചക്കിരി ഇങ്ങനെ ഇത് 2-3 കൊട്ടി പിടിച്ചിരിക്കുന്ന പോലെ ആയിരിക്കും. അപ്പോൾ നമ്മളത് ഒരു പീസാക്കണം. കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് അകന്ന് കിട്ടും. ഇനി നമുക്ക് ബീഡ്സ് കോർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു ക്രിസ്റ്റൽ ബീഡ്, അതിൻ്റെ ഇടയിൽ നമ്മൾ ചക്കിരി ഇട്ടിട്ടാണ് ഇത് കോർത്തെടുക്കുന്നത്. 6 ചക്കിരിയും 6 ക്രിസ്റ്റൽ ബീഡുമാണ് നമ്മൾ ഒരു കമ്മലിന് വേണ്ടി ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് പോവുക. അപ്പോൾ ആദ്യം നമ്മൾ ക്രിസ്റ്റൽ ബീഡ് എടുക്കുകയാണെങ്കിൽ ലാസ്റ്റിൽ നമ്മൾ ചക്കിരിയിലിട്ട് അവസാനിപ്പിച്ചിട്ട് കെട്ടി കൊടുക്കുക. അത്രയേ ഉള്ളൂ. കോർത്തെടുക്കാനും ചെയ്തെടുക്കാനും വളരെ സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ്. പക്ഷേ അതിൻ്റെ ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ വരും. കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നു. കാരണം അതിൻ്റെ ഫിനിഷിങ് നല്ല അടിപൊളിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്റ്റൽ ബീഡ് വെച്ച് നമ്മൾ ചെയ്യുന്ന വർക്കൊക്കെ നല്ല ഫിനിഷിങ് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു കമ്മലൊന്ന് ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ക്രിസ്റ്റൽ ബീഡിൻ്റെ ഇടയിലിടുന്ന ഈ ചക്കിരി വാങ്ങിക്കാൻ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഗോൾഡൻ കളർ ബീഡ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഈ ഒരു ഭംഗി നമുക്ക് കിട്ടണമെങ്കിൽ ചക്കിരി തന്നെ വേണം. അപ്പോൾ ഈ ചക്കിരി നമുക്ക് ഫാൻസി ഷോപ്പിൽ നിന്നൊന്നും വാങ്ങിക്കാൻ കിട്ടില്ല. നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ക്രാഫ്റ്റിൻ്റെ ഒക്കെ ഐറ്റംസ് കിട്ടുന്ന കടകളിൽ നിന്ന് നമുക്ക് ചക്കിരി വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നവർ അത് വാങ്ങിച്ച് ഇതേ രീതിയിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അവസാനം വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോഴാണ് അതിൻ്റെ ആ കമ്മലിൻ്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവുക. ഞാൻ പറയുന്നതല്ല, നിങ്ങൾക്കത് കാണുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുക. അപ്പോൾ നമ്മളിത് ആ ബീഡ്സൊക്കെ കോർത്ത് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ബീഡ്സ് കോർക്കുക. അത് ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് കെട്ടിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. കണ്ട എളുപ്പമാണ് കമ്മൽ ചെയ്യാനായിട്ട്. 6 ബീഡ് ക്രിസ്റ്റലും 6 ചക്കിരിയും നമ്മൾ കോർത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റിൽ നമ്മൾ ഒരു സൈഡിൽ ക്രിസ്റ്റലും ഒരു സൈഡിൽ ചക്കിരിയും വരണം. എങ്കിലാണ് അത് കറക്റ്റ് ആ റൗണ്ടിൽ വരുമ്പോൾ കറക്റ്റായിട്ട് വരുള്ളൂ. ഇനി നമുക്കിതൊന്ന് കെട്ടിട്ട് കൊടുക്കാം. അതിന് തന്നെ ജസ്റ്റ് ഒരു കെട്ടിട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ ഒന്ന് 2 പ്രാവശ്യം നമ്മൾ ത്രെഡിനൊന്ന് ഇതാക്കിയിട്ട് കെട്ടിക്കൊടുക്കുക. അത് ഒരു 2-3 കെട്ട് കൊടുക്കാം. കനം കുറഞ്ഞ ത്രെഡായത് കാരണം നമ്മൾ 2-3 കെട്ട് കൊടുത്താലൊന്നും അതിൻ്റെ ആ കെട്ട് പുറത്തേക്ക് കാണില്ല കട്ട് ചെയ്ത് കളയുമ്പോൾ. ഇനി ഞാനിത് കമ്പി വെച്ചിട്ടാണ് കെട്ടി കൊടുക്കുന്നത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഈ ഒരു ഇലാസ്റ്റിക് ത്രെഡ് വെച്ച് തന്നെ ചുറ്റി കൊടുക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഞാനിപ്പോൾ അത് കട്ട് ചെയ്ത് കളയാണ്. നിങ്ങളപ്പോൾ അത് കട്ട് ചെയ്ത് കളയാതെ ഇരുന്നാൽ മതി. ഇനി ഇതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ ആ സ്റ്റോൺ വെച്ച് കൊടുക്കുന്നത്. കണ്ടത് അതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ആ സ്റ്റോണിൽ കറക്റ്റ് വരുന്നതിനാണ് ഞാൻ ഈ 6 ബീഡ് വെച്ചെടുക്കാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബീഡിൻ്റെ വലിപ്പം അനുസരിച്ച് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക കെട്ടണതിന് മുമ്പായിട്ട്. എന്നിട്ട് വേണം ത്രെഡ് ഒന്ന് കെട്ടിക്കൊടുക്കാൻ കേട്ടോ. ഇനി ത്രെഡിന് ഞാൻ ഇലാസ്റ്റിക് ത്രെഡ് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. നിങ്ങൾ കട്ട് ചെയ്ത് കളയാതെ നിങ്ങൾക്ക് അത് തന്നെ ഈ ഒരു സ്റ്റോണിലേക്ക് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഇലാസ്റ്റിക് ത്രെഡിലല്ല ചെയ്യുന്നത്. അതുപോലത്തെ കോപ്പർ വയറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗോൾഡൻ കളർ കോപ്പർ വയർ ആകുമ്പോൾ അതിൻ്റെ ഇടയിൽ ആ ഗോൾഡൻ കളർ കൂടി വരുമ്പോൾ അതിന് വേറൊരു ഭംഗി കിട്ടും. ത്രെഡിനേക്കാളും കുറച്ചും കൂടി ഭംഗി കിട്ടും. ഇതുപോലെ അതിനൊന്ന് ചുറ്റി അതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ജസ്റ്റ് ഒരു സൈഡിനെ നമ്മളവിടെ നിർത്തുക. അതിൻ്റെ കുറച്ച് നീളം കൂടിയ സൈഡ് നമ്മൾ ഓരോ ബീഡിൻ്റെ ഉള്ളിലൂടെയും ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. ഉള്ളിലൂടെ നമ്മൾ അതുപോലെ എടുത്തിട്ട് അതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ ക്രിസ്റ്റൽ ബീഡിൻ്റെ ഉള്ളിലൂടെയും തന്നെ ചുറ്റുക കേട്ടോ, ക്രിസ്റ്റലിൻ്റെയും ചക്കിരിയുടെ ഇടയിൽ. അപ്പോൾ ഓരോ ക്രിസ്റ്റൽ ബീഡിൻ്റെയും ഉള്ളിലൂടെ കോർത്ത് കൊടുക്കുക. ഇതുപോലെ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവും. നമ്മളിതുപോലെ ഉള്ളിലൂടെ അങ്ങനെ എടുക്കുക. ക്രിസ്റ്റൽ ബീഡിൻ്റെ അടുത്തുകൂടെ ജസ്റ്റ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വലിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കോപ്പർ വയറിൻ്റെ പുറത്തേക്കൊന്നും കാണില്ല. അങ്ങനെ ഓരോ ബീഡിൻ്റെ ഉള്ളിലൂടെയും നമ്മൾക്കത് ഫുള്ളായിട്ട് കോർത്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ സ്റ്റോണ് അത് വിട്ടുപോകും.
അത് വിട്ടു പോകാതിരിക്കാൻ നമ്മൾ ഗ്ലൂ വച്ചാലും അത് അത്ര സേഫ് അല്ല. ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി സേഫ്. അപ്പോൾ നമ്മൾ ഈ ഇത് ചെയ്യുന്നതിന് പകരം എലാസ്റ്റിക് ത്രെഡ് വെച്ചും ചുറ്റാം. എലാസ്റ്റിക് ത്രെഡ് വെച്ച് നമ്മൾ ചുറ്റുമ്പോൾ ഒരു കെട്ട് പോലെ കൊടുക്കണം. നമ്മളിങ്ങനെ ചുറ്റിയെടുക്കുന്നതിൻ്റെ ഉള്ളിലൂടെ ത്രെഡിൻ്റെ തുമ്പ് ഇട്ടിട്ട് വലിച്ചെടുക്കണം. അപ്പോൾ അതിലും കുറച്ചും കൂടി നല്ലത് ഈ ഒരു രീതിയിൽ കോപ്പർ വയർ വെച്ച് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കോപ്പർ വയർ ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് നമ്മുടെ ത്രെഡ് വെച്ച് തന്നെ ചുറ്റി കൊടുക്കാം. ഇനി എലാസ്റ്റിക് ത്രെഡ് ഇല്ലെങ്കിൽ നമ്മൾ മാലയൊക്കെ കോർക്കാൻ യൂസ് ചെയ്യുന്ന ത്രെഡ് വെച്ചിട്ടും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. കാരണം കമ്പി വെച്ചാകുമ്പോൾ അല്ലെങ്കിൽ എലാസ്റ്റിക് ത്രെഡ് വെച്ചാകുമ്പോഴും കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കും കമ്മൽ. സാധാ ത്രെഡൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു ലൂസ് പോലെ ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ത്രെഡ് വെച്ച് എലാസ്റ്റിക് ത്രെഡ് വെച്ച് തന്നെ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അത് ആ കമ്പി കംപ്ലീറ്റ് നമ്മൾ ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം കോർത്ത കമ്പിയെ ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കാം. നമ്മൾ ചുറ്റി അവസാനിപ്പിച്ച കമ്പിയും നമ്മൾ ആദ്യം കോർത്ത കമ്പിയും കൂടി ഇതുപോലെ ഒന്ന് ചുറ്റിയിട്ട് തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിനെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. ഞാൻ പറയണ പോലെയല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചെയ്യാനായിട്ട്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടില്ല. സുഖമായിട്ട് ഇതുപോലെ ചുറ്റിയിട്ട് നമുക്ക് ഈ കമ്പി ഒന്ന് പിരിച്ച് ബാക്കിലേക്ക്, നമ്മുടെ കമ്മലിൻ്റെ ബാക്കിലേക്ക് കമ്പി വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മളൊന്ന് പിരിച്ച് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അത് ഏത് ഭാഗമാണ് ബാക്കിലേക്ക് വരണമെന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. കാരണം ഇതിന് ഫ്രണ്ടും ബാക്കും ഇല്ല, കണ്ട രണ്ടും ഒരേപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പിരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്ന ഭാഗം നമ്മൾ ബാക്കിലേക്ക് ആക്കി വെക്കുക. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിനൊന്ന് നമ്മുടെ കമ്മലിൻ്റെ ബീഡിൻ്റെ അടുത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ കമ്പിയൊന്നും അവിടെ തട്ട് ഒന്നും ചെയ്യില്ല. ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ നമ്മുടെ ബേസ് ഇട്ട് കൊടുക്കുന്നത്. കണ്ട നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ, ഇത്രയും ചെയ്തപ്പോൾ തന്നെ നല്ല ഭംഗി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ നമ്മുടെ ബേസ് ഇട്ട് കൊടുത്തിട്ട് സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതാ നമ്മുടെ കമ്മലിൻ്റെ ബേസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഐപ്പിന്ന് വെച്ചിട്ടും ചെയ്യാം. ഐപ്പിന്ന് വെക്കുമ്പോൾ അതിൻ്റെ നീളം ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതായത് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ ബേസ് ഇടുക. അതിന് ശേഷം ഗ്ലൂ വെച്ചിട്ട് ആ ബേസിനവിടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ആ സെൻറ്റർ ഭാഗത്തായിട്ട് കുറച്ച് B7000 ഗ്ലൂ ഒന്ന് വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ ബേസ് അതിലേക്കൊന്ന് ഇറക്കി കൊടുക്കുക. ഇനി 7000 ഇല്ലെങ്കിൽ നമുക്ക് ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അതായാലും മതി. നന്നായിട്ട് ഒട്ടാൻ ഇത് രണ്ടുമാണ് നല്ലത്, ഗ്ലൂ ഗണ്ണ് അല്ലെങ്കിൽ B7000. നന്നായിട്ട് ഇനി അതൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാം. ഇനി സ്റ്റോൺ ഒട്ടിച്ചില്ലെങ്കിലും അത് നല്ല ഭംഗിയുണ്ടാവും. കാരണം ഗോൾഡൻ കളറാണ് സ്റ്റഡ് ബേസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി സ്റ്റോൺ ഒട്ടിച്ചില്ലെങ്കിലും അത് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. ഇനി സ്റ്റോൺ ഉണ്ടെങ്കിൽ, ചെറിയ സ്റ്റോണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഗോൾഡൻ കളർ തന്നെ എടുക്കുക. കമ്മലിൻ്റെ മൊത്തം ഡിസൈൻ ഗോൾഡൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗോൾഡൻ കളർ തന്നെ കൊടുക്കുക, അതാണ് ഭംഗി. ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഏത് ക്രിസ്റ്റൽ ബീഡാണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ സ്റ്റോൺ കിട്ടുകയാണെങ്കിൽ അതായാലും ഒട്ടിച്ചു കൊടുക്കാം. അത് രണ്ടുമാണ് ഭംഗി വരിക. അപ്പോൾ ഞാനിവിടെ ഗോൾഡൻ കളർ സ്റ്റോണാണ് സെൻറ്ററിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വർക്ക് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് മോഡൽ കമ്മലുകൾ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട്, അതുപോലെ തന്നെ ഗോൾഡ് കമ്മലുകളൊക്കെ പോലെ തന്നെ തോന്നുന്ന കമ്മലുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണാത്തവരൊക്കെ ഒന്ന് അത് പോയി കാണുക. അപ്പോൾ എന്താ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്ക് ഈ കമ്മൽ വളരെ ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ കമ്മൽ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ ഐറ്റമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.